ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എബൌട്ട് ഫിലിം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന മലയാളത്തിൽ വന്നൊരു സ്പൈ ത്രില്ലർ ചിത്രത്തെക്കുറിച്ചാണ്. മാന്ത്രികം. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തമ്പി കണ്ണന്താനമാണ്. 1995 വന്ന ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന മോഹൻലാൽ, രഘുവരൻ, ജഗദീഷ്, പ്രിയാരാമൻ, രാജൻ പിദേവ്, ഹേമന്ത് രാമൻ എന്നിവരാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എന്ന കഥാപാത്രത്തെയാണ് രഘുവരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒരു ആയുധം കണ്ടുപിടിക്കുന്നതും ആ ആയുധത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പ് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തട്ടിക്കൊണ്ടുപോവുകയും അവരെ വെച്ച് വിലപേശുകയും ചെയ്യുന്നു. ശേഷം ഇവരെ രക്ഷിക്കാൻ വേണ്ടി സ്പൈ ഏജൻ്റായ ആൽബി എന്ന കഥാപാത്രം മോഹൻലാൽ വരികയും അവരെ രക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് സിനിമയുടെ കഥയുടെ ഇതിവൃത്തം. അതിനിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. സിനിമ അങ്ങേയറ്റം കോമഡിയും അതേപോലെ തന്നെ എൻഗേജിങ്ങുമാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കഥയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ചിരിക്കാനും നല്ല പാട്ടുകളും ആക്ഷൻ സീക്വൻസും വെച്ച് നമ്മളെ അങ്ങനെ ഈ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ട രംഗം ഉണ്ടല്ലോ, ഈ രംഗം എനിക്ക് അന്ന് കാണുമ്പോഴും ഭയങ്കര കോമഡി ആയി തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഹൈറ്റിൽ നിന്ന് വീണിട്ട് അവർക്കൊന്നും പറ്റുന്നില്ല. അത് ആ കാലഘട്ടത്തിലെടുത്ത സിനിമയാണ്, നമുക്ക് അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു സിനിമയാണ്. കാരണം നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറിയാണ് സിനിമയിൽ പോകുന്നത്. ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ അങ്ങനെ കണ്ടുപരിചയമില്ലാത്തൊരു സിനിമയാണിത്. ലാലേട്ടൻ ഒരു ടൈമിന് ഇങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ചെയ്തിരുന്നു. ദൗത്യം, മൂന്നാം മുറ, അതുപോലെ മാന്ത്രികം, ഇങ്ങനെയുള്ള കുറച്ച് സിനിമകൾ വന്നിരുന്നു. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ചില സിനിമകൾ നല്ല വിജയമായിരുന്നു. ഈ സിനിമ 3 കോടിയോളമായിരുന്നു അന്നത്തെ കാലത്ത്. 95-ൽ 3 കോടി ബഡ്ജറ്റ് ഇട്ട് വന്ന ഈ സിനിമ ശരിയായൊരു സാമ്പത്തിക വിജയമായിരുന്നു കേട്ടോ. നല്ല ഹിറ്റായൊരു സിനിമയായിരുന്നു ഇത്. ഇതുപോലെ ഒരുപാട് സിനിമകൾ ലാലേട്ടൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം മലയാളത്തിലൊരു വമ്പൻ സൂപ്പർ സ്റ്റാർ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇന്ത്യയിൽ ഉടനീളം അറിയപ്പെടുന്നൊരു സ്റ്റാർ ആയാനെ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. 3 നടിമാരും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ നല്ല രസമാണ്. ടോട്ടലി സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് ആൻഡ് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഒരു മാസ് ഫിലിമിന് എന്തൊക്കെ വേണോ അതൊക്കെ ഈ സിനിമയിലുണ്ട്. എല്ലാ ചേരുവകളും ചേർത്തെടുത്തൊരു സിനിമ. കൂടെ തന്നെ ലാലേട്ടൻ്റെയും ജഗദീഷിൻ്റെയും കോമ്പിനേഷൻ സീക്വൻസും. പിന്നെ ഈ ചിത്രത്തിലെ വില്ലനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ സിനിമകളിലൊരു എപ്പോഴും കണ്ടിരുന്നൊരു വില്ലനാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. കിടിലനൊരു വില്ലനായിരുന്നു. കൂടെ രഘുവരൻ സാറും കിടിലൻ പെർഫോമൻസാണ് ഈ സിനിമയിൽ. അഭിനയിച്ചവരൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. രാജൻ പിദേവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ആ കാലഘട്ടത്തിലെ ഇൻസ്റ്റൻറ്റ് ഹിറ്റ്സ് ആയിരുന്നു. നല്ല രസമുള്ള സോങ്സാണ് ഈ സിനിമയിലുള്ളതൊക്കെ. പിന്നെ ഈ സിനിമയിലെ ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ. ഒരു റാംബോ ഫിലിമൊക്കെ കാണുന്നത് പോലെ തോന്നും. കാരണം അവർ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും അവിടെ പോയിട്ട് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും അമ്പും വില്ലും തോക്കും, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് ഈ സിനിമയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയും.